ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സോഴ്സസ് ഓഫ് എനർജി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബോത്ത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ടൈപ്സ് ഓഫ് എനർജി സോഴ്സസ്. ഏതൊക്കെ ടൈപ്സ് എനർജി സോഴ്സസ് ആണ് നമുക്കുള്ളത്? റിന്യൂവബിൾ എനർജി സോഴ്സ് ഉണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സിനെ തന്നെയാണ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. അതാണ് കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. എക്സാമ്പിൾസ് വരുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ് കണ്ടിന്യൂസ്ലി റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ബയോഫ്യൂവൽസ്, ഹൈഡ്രോ എനർജി, ജിയോതെർമൽ എനർജി, വേവ് ആൻഡ് ടൈഡൽ എനർജി. നോൺ റിന്യൂവബിൾ റിസോഴ്സിന്റെ കേസിൽ എക്സ്ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലനിഷ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, റീജനറേഷൻ നടക്കുന്നില്ല. കൺവെൻഷണൽ എനർജി റിസോഴ്സസ് എന്നും ഇതിനെ പറയും. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് അതിന് എക്സാമ്പിൾ. ഇനി എനർജി സോഴ്സസിന്റെ കേസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കോളിന്റെ കാര്യമാണ്. കോളിനെ നമ്മൾ കാർബൺ കണ്ടന്റിന്റെ ബേസിസിൽ 4 റാങ്ക്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ആന്ത്രസൈറ്റ്, അതിന്റെ കേസിലുള്ള കാർബൺ കണ്ടന്റ് നോക്കി വെക്കുക, 86 to 97%. ഏറ്റവും കൂടുതൽ എനർജി കണ്ടന്റ് ഉള്ള റാങ്ക് ഉള്ള കോൾ എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് ആണ്. അടുത്തത് എന്ന് പറയുന്നത് ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസിന്റെ കേസിൽ 45 to 86% ആണ് കാർബൺ കണ്ടന്റ് വരുന്നത്. എനർജി കണ്ടന്റ് ഹൈ ആണ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് എന്നുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേഷന് യൂസ് ചെയ്യുന്നത്. അടുത്തത് സബ് ബിറ്റുമിനസ് ആണ്. സബ് ബിറ്റുമിനസിന്റെ കേസിൽ ബിറ്റുമിനസിനേക്കാളും കുറച്ചും കൂടി കാർബൺ കണ്ടന്റ് കുറവാണ്. 35 to 45% ഒക്കെ ഉണ്ടാവുള്ളൂ. എനർജി കണ്ടന്റ് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കും. അടുത്തത് ലിഗ്നൈറ്റ്, കാർബൺ കണ്ടന്റ് ഏറ്റവും കുറവുള്ള കോൾ ടൈപ്പ്. 25 to 35% മാത്രമേ കാർബൺ കണ്ടന്റ് ഉള്ളൂ. ലോവസ്റ്റ് എനർജി കണ്ടന്റ് ഉള്ളത് ഇതിനാണ്. അതുപോലെ തന്നെ ഇത് യങ്ങസ്റ്റ് കോൾ ടൈപ്പ് ആണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് പെട്രോളിയം പ്രൊഡക്ട്സ്. എങ്കിലും നമുക്ക് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഏത് ടൈപ്പ് ഓഫ് ആണ് അതിന്റെ എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്യൂവൽസ് വരികയാണെങ്കിൽ നമ്മുടെ ഡീസല്, ഗ്യാസലിൻ എന്ന് പറയുന്നത് പെട്രോൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജെറ്റ് ഫ്യൂവൽ എന്നൊക്കെ പറയുന്നതാണ് ഫ്യൂവൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഹീറ്റിംഗ് ഫ്യൂവൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കെറോസിൻ, അതുപോലെ ഹീറ്റിംഗ് ഓയിൽ ഒക്കെയാണ് പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. ലൂബ്രിക്കൻസിന്റെ കേസിൽ നമ്മൾ സാധാരണ വെഹിക്കിളിലും മെഷീനറിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന മോട്ടോർ ഓയില്, ഗ്രീസ് പോലെയുള്ളത്. പെട്രോ കെമിക്കൽസിന്റെ കേസിൽ നമുക്ക് പ്ലാസ്റ്റിക്, സിന്തറ്റിക് റബ്ബർ, ഫൈബേഴ്സ് ഒക്കെ വരും. പിന്നെ അസ്ഫാൾട്ട്, വാക്സസ്, സോൾവെന്റ്സ് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രൊഡക്ട്സും ഉണ്ട്. ഇതൊക്കെയാണ് കുറച്ച് പെട്രോളിയം പ്രൊഡക്ട്സിന്റെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റും എക്സാമ്പിൾസും. അടുത്ത ഒന്നാണ് നാച്ചുറൽ ഗ്യാസ്. മീതെയിൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ സ്മോളർ എമൗണ്ട് ഓഫ് നാച്ചുറൽ ഗ്യാസ് ലിക്വിഡ്സ്, നോൺ ഹൈഡ്രോ കാർബൺ ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ തുടങ്ങിയവയൊക്കെ ഉണ്ടാവും. നാച്ചുറൽ ഗ്യാസസിൽ തന്നെ ടൈപ്സ് പറയുകയാണെങ്കിൽ കൺവെൻഷണൽ എന്ന് പറയുന്നത് പാറകൾക്കിടയിലുള്ള ലാർജ് ക്രാക്സ്, അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം ഷെയിൽ അല്ലെങ്കിൽ ടൈറ്റ് ഗ്യാസ് എന്ന് പറയുന്നത് ടൈനി പോഴ്സ് ഓഫ് ഷെയിൽസ്, സാൻഡ് സ്റ്റോൺസ്, അതുപോലെ സെഡിമെന്ററി റോക്സ് എന്നൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അസോസിയേറ്റഡ് ഗ്യാസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ്സിന്റെ ഒപ്പം കാണുന്ന ഒന്നാണ്. കോൾബെഡ് മീതെയിൻ എന്ന് പറയുന്നത് കോൾ ഡെപ്പോസിറ്റ്സിന്റെ ഒപ്പം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഒന്ന്, പ്രിഡോമിനന്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്നത് മീതെയിൻ ആണ്. പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ഈതെയിൻ, പ്രൊപ്പെയിൻ, അതർ ഗ്യാസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇറ്റ് ഈസ് എൻ ഓർഡർലെസ് ഗ്യാസ് ഇൻ നാച്ചുറൽ ഫോം. നാച്ചുറൽ ഫോമിൽ ഓർഡർലെസ് ആണ്. പക്ഷേ നമ്മൾ ലീക്കേജ് അറിയാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഈ മെറ്റീരിയലിന്റെ പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കാം, മെർകാപ്റ്റൻ. മെർകാപ്റ്റൻ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ലീക്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഹീറ്റിങ്ങിനും ഇലക്ട്രിസിറ്റിക്കും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനും ഒക്കെ യൂസ് ചെയ്യും. അടുത്തത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ന്യൂക്ലിയർ ഫിഷൻ
കമ്പാരിസൺ ആണ്. ന്യൂക്ലിയർ ഫിഷന്റെ കേസിൽ നമ്മളൊരു ഹെവി ന്യൂക്ലിയസ് എടുത്തിട്ട് അതിനെ സ്മോളർ ന്യൂക്ലിയേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ലൈറ്റർ ന്യൂക്ലിയസിനെ എടുത്തിട്ട് നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് യുറേനിയം 235 ന്യൂക്ലിയർ ഫിഷന് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പ്ലൂട്ടോണിയം ആണ്. അതേസമയം ന്യൂക്ലിയർ ഫ്യൂഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഐസോടോപ്സ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം, ട്രിഷിയം പോലെയുള്ളതൊക്കെയാണ്. ഫ്യൂഷനില് ഫിഷനേക്കാൾ ലാർജ് എനർജി ആയിരിക്കും റിലീസ് ആവുക. ഫിഷൻ നടക്കണമെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആൻഡ് കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ ആണ് വേണ്ടത്. അതേസമയം എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. മെയിൻ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എല്ലാവർക്കും അറിയുന്നത് എന്ന് പറയുന്നതായിരിക്കും സണ്ണ്. ന്യൂക്ലിയർ ഫിഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ സാധാരണ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, സബ്മറൈൻസ്, വെപ്പൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫിഷൻ മെത്തേഡാണ്. അതാണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ന്യൂക്ലിയർ ഫ്യൂഷന്റെ നമ്മൾ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ എനർജി എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജീസ് കാപ്പബിൾ അല്ലാത്തത് കൊണ്ട് അതിന്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് കോമൺ ഫിഷനബിൾ ന്യൂക്ലിയൈ യൂസ്ഡ് ഇൻ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സ് ഏതായിരുന്നു എന്നായിരുന്നു നമ്മൾ ഫിഷനിൽ ഇപ്പൊ തന്നെ പഠിച്ചേ ഉള്ളൂ. ഫ്യൂവൽസ് യൂസ്ഡ് യുറേനിയം 235ഉം പ്ലൂട്ടോണിയം 239 ആണ്. ഇവിടെ 242 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ യുറേനിയം 235 ആയിരിക്കും. നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് നോക്കുകയാണെങ്കിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്നും പറയും. അതിന് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സോളാർ എനർജി, ഹൈഡ്രജൻ. പക്ഷെ ഹൈഡ്രജന്റെ കേസിൽ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രൈമറി എനർജി സോഴ്സ് അല്ല. അതിനെ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ് എന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ജിയോ തെർമൽ എനർജി, ഹൈഡൽ എനർജി, ടൈഡൽ എനർജി എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമ്മുടെ മെറ്റീരിയലിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ചെറിയ ക്ലാസ്സുകൾ മുതലായി നമ്മൾ പഠിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്, സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫർദർ റീഡിങ്ങിന് നമ്മുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് ഇറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.